നമസ്കാരം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. വർഷങ്ങളിങ്ങനെ ഓടിപ്പോവുകയാണ്. ഒരു വർഷം ഓടുമ്പോൾ ഒരു വയസ്സാകുന്നത് പോലെയാണ്. വയസ്സ് കൂട്ടുവാൻ വേണ്ടി വന്നെത്തും ജന്മതാരകം വൈരിയാണോ സുഹൃത്താണോ എന്നൊക്കെ ആദ്യം നമ്മൾ സംശയിക്കും. നമുക്ക് ആദ്യമൊക്കെ തോന്നും നമുക്ക് വളരണമെന്ന്, പിന്നെ വിചാരിക്കും വളരണ്ടെന്ന്. ഏതായാലും 2026 12 രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് ഒന്ന് നിരീക്ഷിക്കാം. അശ്വതി, ഭരണി, കാർത്തികകാലുകാർ മേടരാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തികകാലുകാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ 7 ശനി തുടങ്ങിയിട്ടുണ്ട്. ശനി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്നാലും അവർക്ക് ഗുരു 2026 മെയ് 30 കഴിയുമ്പോൾ 4-ാം ഭാവത്തിലേക്ക് ഉച്ചക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരു കേസരി യോഗം ഉണ്ടാകും. വീടില്ലാത്തവർക്ക് ഗൃഹവാഹന ഭാഗ്യം എന്ന് തന്നെ പറയാം. വീടില്ലാത്തവർക്ക് വീടുണ്ടാകാം, വാഹനമില്ലാത്തവർക്ക് വാഹനമുണ്ടാകാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ നേടാനൊക്കെ പറ്റിയ സമയമാണ്. ഈശ്വരാധീനം തീർച്ചയായിട്ടും ഉള്ള ഒരു വർഷം തന്നെയാണ്. ഇപ്പോൾ പലരും പറയും ഇന്ന നക്ഷത്രക്കാർക്കേ ദോഷമുള്ളെന്ന് പറയും. ഒരിക്കലുമല്ല. നമ്മുടെ ഒരു പ്രാർത്ഥനയിലൂടെ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര വരുന്ന ഇടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഗുരു 2-ലെ 2026 മെയ് വരെ നിൽക്കുന്ന ഒരു സമയമാണ്. ധനസ്ഥിതി മെച്ചപ്പെടാം. 3-ാം സ്ഥാനത്തേക്ക് പോയാലും കർക്കിടക രാശിയിലേക്ക് പോയാലും സഹോദര ക്ഷേത്രമാണ്. സഹോദര ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗുരു തീർച്ചയായിട്ടും ഇടവരാശിക്കാരെ സഹായിക്കുക തന്നെ ചെയ്യും. അവർക്ക് മാനസിക പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം പ്രതീക്ഷിക്കാം. വീട്ടിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റുന്ന രാശിക്കാരാണ് ഇടവരാശിക്കാർ. വിജയം കണ്ടെത്താൻ സാധിക്കും. മിഥുന രാശിക്കാർ മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, അതുപോലെ തന്നെ തിരുവാതിര പൂർണ്ണത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക രാശിക്കാർക്ക് ശാരീരിക പ്രയാസങ്ങളിൽ നിന്നൊക്കെ ആശ്വാസം പ്രതീക്ഷിക്കാം. ഗുരു ജന്മത്തിൽ നിന്ന് മെയ് മാസം 2-ലേക്ക് പോകുമ്പോൾ ധനസ്ഥിതി മെച്ചപ്പെടാം. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് പറ്റിയ സമയമാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ വർഷം ഒറ്റയ്ക്ക് തപസ്സിരുന്നെങ്കിൽ ഈ വർഷം തപസ്സൊക്കെ മാറ്റി സഹധർമ്മിണിയെ കൂടെ കൊണ്ടുവരാൻ പറ്റിയ സമയം തന്നെയാണ് 2026. പൂർണ്ണത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം ചേരുന്ന കർക്കടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു 2026 മെയ് 30 അന്ന് വരെ 12-ൽ നിൽക്കുമ്പോൾ ധനച്ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ശാരീരിക പ്രയാസങ്ങൾ അലട്ടാം. ഇവർ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടമാണ്. എങ്കിലും 2026 മെയ് 30 മുതൽ ഇവർക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാകും. ഗുരു ജന്മത്തിലേക്ക് വരുന്നത് കൊണ്ട്, ഉച്ചക്ഷേത്രമായതുകൊണ്ട്. മകം, പൂര, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനസ്ഥിതി മെച്ചപ്പെടാനും ധനച്ചെലവിനും സാധ്യതയുള്ള ഒരു സമയമാണ്. വിവാഹ മംഗളകർമ്മങ്ങൾ, ശാരീരിക പ്രയാസങ്ങൾ. ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പിൽ ഇവർ നിൽക്കാൻ പോകരുത്. ആരൊക്കെയാണ്? മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ഇവർ ഒരു കാരണവശാലും ഇലക്ഷന് മത്സരിക്കാൻ പാടില്ല. ഉത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിക ചേരുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറി ജീവിതത്തിനൊരു സുഖം, ഗൃഹവാഹന ഭാഗ്യം, യാത്രകൾ, നേതൃസ്ഥാനം, അതുപോലെ തന്നെ വിദേശയാത്രകൾ. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പറ്റിയ സമയമാണ്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, ഉന്നത നിലയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയും. തിരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും എത്ര ശത്രുക്കളുണ്ടായാലും ഇവർ ജയിച്ചു കയറുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ചിത്തിരയുടെ അവസാനത്തെ 30 നാഴിക, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, തുലാം രാശിക്കാർ നമുക്ക് നേതൃത്വം നൽകുന്ന ഒരു വലിയ നേതാവുണ്ട്. അദ്ദേഹം ഈ രാശിയിൽപ്പെടും.
അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും 9-ലായാലും ഗുരു 9-ലുണ്ട് മെയ് വരെ, 9-ൽ നിന്ന് 10-ലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒട്ടേറെ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഗൃഹവാഹന ഭാഗ്യം ഉണ്ടാക്കാം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്താം, വിവാഹം അതായത് കാലതാമസം ഉള്ള ആളുകൾക്ക് വിവാഹത്തിന് പറ്റിയ സമയമാണ്. ഉന്നത ജീവിത വിജയത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ സമയം തന്നെയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. വൃശ്ചിക രാശിക്കാർ വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം തൃക്കേട്ട ചേരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം മെയ് 30 വരെ സമയം വളരെ മോശമാണ്. ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്. പരാജയം സുനിശ്ചിതമായിരിക്കും. മംഗളകർമ്മങ്ങൾക്ക് സാധ്യത 2026 മെയ് 30-ന് ശേഷമായിരിക്കും. ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത നിലയിലേക്ക് ജീവിതം കൊണ്ടുവരാൻ സാധിക്കും. ഗൃഹത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ജീവിത വിജയവും കൊയ്യാൻ 2026 മെയ്ക്ക് ശേഷമേ വൃശ്ചിക രാശിക്കാർക്ക് സാധിക്കുകയുള്ളൂ. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 മെയ് 30 വരെ സമയം കൊള്ളാമെങ്കിലും കണ്ടകശനിയുണ്ട്. തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഗൃഹവാഹന ഭാഗ്യം ഉണ്ടെങ്കിലും എല്ലാം കൊണ്ടും ധനസ്ഥിതി നഷ്ടപ്പെടാൻ സാധ്യത 2026 മെയ് തൊട്ട് സാധിക്കുന്നു. കണ്ടകശനിയും അഷ്ടമത്തിലെ ഗുരുവും കൂടി വരുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒട്ടേറെ പ്രയാസങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വരാനും ഈ രാശിക്കാർക്ക് വരാനും സാധ്യതയുണ്ട്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക ചേരുന്ന മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു മെയ് 30-ന് ശേഷം 7-ലേക്ക് ഉച്ചക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട്. തൊഴിൽദായകർക്ക് അതായത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നീതി നിയമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണം പ്രതീക്ഷിക്കാം. വിവാഹത്തിന് കാലതാമസമുള്ളവരുടെ വിവാഹം നടക്കാൻ പറ്റിയ സമയമാണ് 2026. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആളുകൾ 2026 നിങ്ങളെ ദോഷം ചെയ്യുമെന്നൊക്കെ പറയുമെങ്കിലും ഒരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം വേണം. ഏത് കാര്യത്തിലൊരു വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴിക ചതയം പൂരുരുട്ടാതിൻ്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന ഇവർക്ക് കർമ്മമേഖലകളിൽ ഗുണദോഷ സമ്മിശ്രം പ്രതീക്ഷിക്കാമെങ്കിലും 2026 മെയ്ക്കകത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത, പുണ്യ ദേവാലയ ദർശനത്തിന് സാധ്യത, ഉദ്യോഗ പദവിയിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും പ്രത്യേകിച്ച് ചതയ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കണം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രാർത്ഥന നടത്തേണ്ടത് അത്യാവശ്യമാണ്. മീനരാശിക്കാർ പൂർട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി ചേരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുരു 4-ൽ നിന്ന് 5-ലേക്ക് സഞ്ചരിക്കുന്നു. ജന്മത്തിൽ ശനിയാണെങ്കിലും കർമ്മമേഖല പുഷ്ടിപ്പെടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗ ലാഭം പ്രതീക്ഷിക്കാം. പുണ്യ ദേവാലയ ദർശനത്തിന് സാധ്യതയുള്ള സമയമാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് പറ്റിയ സമയമാണ്. കടൽ കടന്നുള്ള വരുമാന മാർഗത്തിലൂടെ കാശു ലഭിക്കാനും സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് ഈ 2026. അപ്പോൾ പൊതുവെ പറയുമ്പോൾ ഈ 2026 നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തെ തിരുത്തിക്കുറിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടും ഈശ്വരാധീനവും കൊണ്ട് ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ സാക്ഷ്യപ്പെടുത്തി അയ്യപ്പൻ എപ്പോഴും സത്യസന്ധനാണ്. ചിന്മുദ്രാങ്കിത രൂപത്തിലിരിക്കുന്ന ശബരിമല അയ്യപ്പൻ തത്വമസിയിലൂടെ അത് നീയാകുന്നു. ആ തത്വമസിയിലൂടെ അദ്ദേഹം പറയുന്ന പ്രവർത്തനങ്ങളും ഈശ്വരാധീനവും കൊണ്ട് ഞാൻ പറയുകയാണ്, വീണ്ടും മൂന്നാമതും ഈ സർക്കാർ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പിന്നെ മാറി മറിയുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു പരിപൂർണമായൊരു വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു ദൈവികവുമായ വിശ്വാസം അനുസരിച്ച് ഇവർ തന്നെ അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും അതിൻ്റെ തടസ്സം കാണുന്നില്ല. അപ്പോൾ എന്തായാലും അതെന്ന് വെച്ചാൽ നേതൃത്വം വഹിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നക്ഷത്രപ്രകാരം അദ്ദേഹത്തിന് എല്ലാം കൊണ്ടും ഗുണമുള്ള ഒരു സമയമായതുകൊണ്ടാണ്. നേതാവ് നന്നായിരുന്നാൽ അണികളും നന്നാവും എന്നുള്ളതാണ്. അപ്പം നേതാവ് നന്നായി വരും, അപ്പോൾ അണികളും നന്നായി വരും. അങ്ങനെ നന്നായി വരട്ടെ എന്ന്
നമുക്ക് പ്രാർത്ഥിക്കാം. എന്തൊക്കെയായാലും നമ്മുടെ ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ചരിത്രം തിരുത്തി കുറിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു. ഇപ്പോൾ 2026 നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പറയും. ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ആളുകൾ വളച്ചും തിരിച്ചുമൊക്കെ നമ്മളെ കുറ്റം പറയാം, തെറി വിളിക്കാം, അതൊക്കെ സ്വാഭാവികം. ഇതൊന്നും നമ്മൾ കണ്ടില്ല. സാക്ഷാൽ ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അയ്യപ്പന് എല്ലാം ദർശിക്കാനുള്ളൊരു കഴിവുണ്ട്. അദ്ദേഹം നമ്മൾ വിചാരിക്കുന്ന പോലല്ല. നമ്മുടെ ജീവിതത്തിലെ വളരെ വലിയ വലിയ പ്രശ്നങ്ങളെയെല്ലാം മാറ്റിയെടുക്കാൻ, ശനീശ്വരൻ്റെ ആ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാക്ഷാൽ അയ്യപ്പൻ തന്നെ നമ്മളെ സഹായിക്കട്ടെ. ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമ. സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം, അയ്യപ്പ ശരണം.